നടന്നു നീങ്ങിയതായ ആ പ്രചരണ ജാഥ എന്നും ജീവനിൽ സമരഗാഥ നയിച്ചു തുടങ്ങി എത്രയെത്ര ജീവനഗീതങ്ങളുടെ പ്രചോദനവും നേതൃത്വവുമായിരുന്നു ടോം ജീവിത സന്ദർഭത്തിലൂടെ കൈമാറിയത്. ടോം അടിസ്ഥാനപരമായിട്ട് ഈ അടിസ്ഥാന വർഗത്തിന് അവകാശപ്പെട്ടവനാണ്. ക്ഷമിക്കുക, മറ്റാരെയും തള്ളിപ്പറയുകയല്ല, മറ്റാരെക്കുറിച്ചും വിരോധിച്ചും ചിന്തിക്കുകയല്ല. ഈ തൊഴിലാളികൾക്ക് ജീവിച്ച് ജീവശ്വാസം ഊതി മരിച്ച ഒരു വ്യക്തിത്വമാണ് ടോം. ടോമിനെ പരിചയപ്പെടുത്തുക ഞാൻ ഈ വാക്കുകളിലായിരിക്കും. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ കുരിശിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ആ ശതാധിപൻ പറഞ്ഞ വാക്കുകളിൽ ഈ മനുഷ്യൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. ഞാനൊന്ന് കൂട്ടിച്ചേർക്കും, ഈ ദൈവപുത്രൻ സാക്ഷാൽ മനുഷ്യനായിരുന്നു. ടോം വിട സ്നേഹം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പ്രിയ ബഹുമാനപ്പെട്ട തോമസ് കൊച്ചേരി അച്ഛനോട് ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ത്യയാത്ര പറയുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തോടുള്ള നമ്മുടെ ബഹുമാന ആദരവുകൾ പ്രകടിപ്പിക്കുവാനും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിൻ്റെ മതസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനുമായിട്ടാണല്ലോ നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാട് ദുഃഖിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും സന്യാസ സമൂഹത്തോടും അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്ന അനേകായിരങ്ങളോടും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അനുശോചനം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് തുടർന്നും പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു.
അതേപോലെ ഫലപ്രദമായ രീതിയിൽ ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുവാനും ദൈവം ദീർഘകാലം അദ്ദേഹത്തിൽ ചൊരിഞ്ഞ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഈ കൃതജ്ഞതാ ബലി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനും നമുക്ക് നമ്മെ ഒരുക്കാം. നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് പൊതുവായിട്ട് ഓർമ്മിച്ച് ദൈവത്തിന് മുമ്പിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുകളയുകയും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുന്ന നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാനും നിർമ്മലമാക്കുവാനും ദൈവത്തോട് അപേക്ഷിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ ഈ ദിവ്യബലിയിൽ പങ്കുചേരുവാനും വേണ്ടി നമുക്കിപ്പോൾ നമ്മെ ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും നിങ്ങളോടും വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ ആകയാൽ വിശ്വമരിയോടും എല്ലാ മലാക്കന്മാരോടും വിശ്വമോടും സഹോദരിയെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം ഭരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നിങ്ങളോട് കൂടെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പതിനൊന്നാം അധ്യായം 32 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ലാസറെ പുറത്തു വരിക. അക്കാലത്ത് മറിയം യേശു നിന്നിടത്ത് വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയായിരുന്നില്ല. അവളും അവനോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്ന് കാണുക. യേശു കണ്ണുനീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു,
നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണ് തുറന്ന ഈ മനുഷ്യന് അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലയോ? യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിലേക്ക് വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ ദർശനം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ? അവർ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കും എന്ന് എനിക്കറിയാം. എന്നാൽ നീ എന്നെ അയച്ചത് അവിടെ നിന്നാണ് എന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിച്ചു കളയുവിൻ, അവൻ പോകട്ടെ. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. പ്രിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ, അഭ്യന്തരായ മുൻസിഞ്ഞോറന്മാരെ, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കിവർക്കും സുപരിചിതനായ അനേകായിരങ്ങളുടെ ആദരവും സ്നേഹവും ബഹുമാനവും ജീവിതകാലത്ത് ആർജിച്ചെടുത്ത് ബഹുമാനപ്പെട്ട തോമസ് കൊച്ചേരി അച്ഛന് ദൈവം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഏറെ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ദൈവം അദ്ദേഹത്തിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആ നിരവധിയായിട്ടുള്ള അനുഗ്രഹാശിസുകൾക്ക് നല്ല ദൈവത്തിന് നന്ദി പറയുവാൻ കൂടിയാണ് നാം ഈ സന്ധ്യാവേളയിൽ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ടോം കൊച്ചേരി അച്ഛനെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെങ്കിലും അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകുവാൻ വലിയ സന്ദർഭമൊന്നും എനിക്ക് ലഭിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും ഏതാനും പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും
അദ്ദേഹത്തിൽ നിറഞ്ഞു തരുന്ന സവിശേഷതകളെയും പ്രത്യേകതകളെയും കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തി ആണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും പാവപ്പെട്ടവരായ മത്സ്യത്തൊഴിലാളികളുടെയുമായി അവരുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിനായി നമ്മുടെ തന്നെ ഒരു ഗ്രാമത്തിൽ സമാരംഭിച്ച അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങൾക്ക് ക്രമേണ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അന്താരാഷ്ട്രീയ തലത്തിലുമൊക്കെ അംഗീകാരവും നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്നതും നമുക്കെല്ലാം അറിയാം. വേദപുസ്തകത്തിൽ അനേക പ്രാവശ്യം നാം കാണുന്ന ഒരു വാക്കുണ്ട്. അനേകം പ്രാവശ്യം വേദപുസ്തകം ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് ഈ വാക്ക് കാണാൻ സാധിക്കും. ആ വാക്കിതാണ് ഭയപ്പെടേണ്ട. ബഹുമാനപ്പെട്ട കൊച്ചേരി അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് കാണാൻ സാധിക്കുന്നതും ഭയപ്പെടേണ്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ സവിശേഷതയാണ്. തൻ്റെ ആശ്രയം മുഴുവനും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവസേവനത്തിനായി പൗരോഹിത്യ ജീവിതം സ്വീകരിച്ച അദ്ദേഹത്തിന് പിന്നീട് മനുഷ്യരാരെയും ഭയപ്പെടേണ്ടി വന്നിട്ടില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും സവിശേഷതകളെയും കുറിച്ച് ദീർഘമായി ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. അതിന് നേരത്തെ അവസരങ്ങളുണ്ടായിരുന്നു, ഇനിയും ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ നിർവഹിക്കാനുള്ളത് പ്രധാനമായിട്ടും സുവിശേഷ പ്രഘോഷണമാണ്. ദീർഘമായിട്ടുള്ള ഗഹനമായിട്ടുള്ള ചിന്തകളൊന്നും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ എനിക്കില്ല. എങ്കിലും ഇന്ന് നാം വായിച്ചു കേട്ട ആ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐക്യരാഷ്ട്ര സമിതിയുടെ രണ്ടാമത്തെ സെക്രട്ടറി ആയിരുന്ന ഡാക് ഹാമർഷോൾഡിനെ കുറിച്ച് ഓർത്തു പോവുകയാണ്. ഒരു തികഞ്ഞ മതവിശ്വാസിയായിരുന്നു അദ്ദേഹം. യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ചപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ജനിച്ചു, എല്ലാവരും എന്നെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഞാൻ മാത്രം കരഞ്ഞു എന്ന് എല്ലാവരും സന്തോഷിച്ച് ആർത്തു വിളിച്ചു. എന്നാൽ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം അഥവാ ദുഃഖിച്ചാൽ തന്നെയും ചിരിച്ചുകൊണ്ട് മരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലുള്ളൊരു ജീവിത ശൈലി രൂപം കൊടുക്കുവാനായിട്ടാണ്, അപ്രകാരം ഒരു ജീവിത ശൈലിയുടെ ഉടമയായിട്ട് തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമായി. ഒരു ദിവസം സൗത്ത് ആഫ്രിക്കയിലേക്ക് ഒരു സമാധാന ദൗത്യമായിട്ട് പോകുന്നിടയ്ക്ക് ഒരു വിമാന അപകടത്തിൽ അദ്ദേഹം പെട്ടെന്ന് മരണമടഞ്ഞു. അദ്ദേഹം മരിച്ചപ്പോൾ ലോകം മുഴുവനും ആ നല്ല മനുഷ്യനെ നോക്കി, ആ മഹാനെ നോക്കി വിലപിച്ചു. പക്ഷെ ആ അവസരത്തിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ചിരിച്ചത്, സന്തോഷിച്ചത്, ദൈവസന്നിധിയിൽ ആനന്ദിച്ചത് ഒരുപക്ഷെ അദ്ദേഹം മാത്രമായിരിക്കും. ഇന്നതുപോലെ ടോം കൊച്ചേരി അച്ഛൻ 74 കൊല്ലത്തെ തൻ്റെ ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം 34 കൊല്ലങ്ങളിലെ പ്രശസ്തമായിട്ടുള്ള
പൗരോഹിത്യ ജീവിതത്തിന് ശേഷം സ്നേഹപ്രവൃത്തികളിലൂടെ പാപങ്ങളിലെ യേശുവിനെ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പാവങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്ന് പോവുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ ചൊല്ലി നാം എല്ലാവരും ദുഃഖിക്കുന്നു, വിലപിക്കുന്നു. പക്ഷെ സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു. ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി, എല്ലാം പൂർണ്ണമായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ രൂപയിൽ എൻ്റെ പ്രിയ സഹോദരരെ, ഈ നല്ല മനുഷ്യനെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാം. അദ്ദേഹത്തിലൂടെ ദൈവം സഭയ്ക്കും സമൂഹത്തിന് നൽകിയ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് അംഗീകരിക്കാം. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് സ്നേഹത്തോടുകൂടി ആദരാഞ്ജലികൾ സമർപ്പിക്കാം. ഈ കൃതജ്ഞതാ ബലി അർപ്പിച്ചുകൊണ്ട് ദൈവം അദ്ദേഹത്തിൽ വർഷിച്ച നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുകയും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസ വഴിയിൽ ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയ തോമാ പാപ്പനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനവും പ്രകാശവുമായി സമൂഹത്തിന് സേവനം നൽകുവാൻ തോമാ പാപ്പൻ കാണിച്ചു തന്ന മാതൃക പിൻചെല്ലുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളോടൊപ്പം പൗരോഹിത്യ ജീവിതത്തിന്റെ ആരംഭവും അവസാനവും സമർപ്പിച്ച ഫാദർ തോമസ് കച്ചേരിയെ മുട്ടട ഇടവക സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്ക് ലഭിച്ച ഈ അസുലഭ ഭാഗ്യത്തിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവകയെ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവങ്ങളോട് ഭക്ഷണം ചെയ്യണമെന്ന് പഠിപ്പിച്ച യേശുനാഥ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഞങ്ങളിൽ ഒരാളായി സജീവമായി പൂർണ്ണമായി അർപ്പിച്ച് ജീവിച്ച കോച്ചിരി അച്ഛനെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അസംഘടിതരായിരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് പുത്തനുണർവുകൾ നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നയിച്ചുകൊണ്ട് അച്ഛൻ കാണിച്ചു തന്ന വഴിയെ പിൻചൊല്ലി ഇനിയുള്ള കാലം ഈ പ്രതിബദ്ധത ഞങ്ങൾ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിച്ചു. വഴിയും സത്യവും ജീവനുമായ ദൈവമേ, നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി പോരാടിയ ഞങ്ങളുടെ തോമസ് അച്ഛൻ തൻ്റെ യൗവനത്തിൽ തന്നെ ജീവിതം അഭയാർത്ഥികൾക്കും അസംഘടിത ജനവിഭാഗങ്ങൾക്കുമായി സമർപ്പിച്ച ഫാദർ തോമസ് കൊച്ചേരി യുവജനങ്ങൾക്കെന്നും ആവേശമായിരുന്നു. നേരിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് നടന്ന് സാമൂഹ്യ മുന്നേറ്റത്തിൽ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ അണിചേരുവാൻ യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വേണ്ടി ലോകത്തിലേക്ക് വന്ന യേശുവെ, ഫാദർ തോമസ് കൊച്ചേരിയുടെ ജീവിതം എന്നും സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഉൾച്ചേരലായിരുന്നുവല്ലോ. ആഗോള കത്തോലിക്ക സഭയിൽ എക്കാലവും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം പകർന്നുകൊണ്ട് സഭയെ സജീവമാക്കുവാൻ ഞങ്ങളുടെ സഭാ മേലധ്യക്ഷന്മാരെയും സന്യസ്തരെയും അൽമായരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതിമാനായ ദൈവമേ, സന്യസ്ത ജീവിതപാതയിൽ പുത്തൻ വെല്ലുവിളികൾ ഏറ്റെടുത്ത് നീങ്ങുവാൻ ഫാദർ തോമസ് കോച്ചേരി മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന് ഏറെ പ്രചോദനമായിരുന്നു. മത്സ്യത്തൊഴിലാളി മേഖലയിലും ഇതര അസംഘടിത മേഖലകളിലും